കേരളത്തിൽ ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ എന്ന നിർണായക ചോദ്യത്തിനുള്ള ഉത്തരം 80ലേക്കടുത്ത പോളിംഗിൽ ഒളിച്ചിരിപ്പുണ്ട്. വോട്ടെടുപ്പിൽ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും സജീവ പങ്കാളിത്തം 15ഓളം വരുന്ന ടൈറ്റ് ഫൈറ്റ് മണ്ഡലങ്ങളുടെ ഗതി നിർണ്ണയിക്കും. ഇനിയുള്ള 2 നാളുകൾ മുന്നണികൾക്ക് കണക്കെടുപ്പിന്റേതാണ്. ലഭിച്ച വോട്ടുകളിൽ കൂട്ടിയും കുറച്ചും മണ്ഡലം എവിടേക്ക് ചായും എന്ന് പ്രവചിക്കും. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. അമൽ, ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ എങ്ങോട്ട് ആര് ചായും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിലും. പറയൂ അമൽ, വിശദമായ വിശകലനം എങ്ങനെയായിരിക്കും സാധ്യത? സാധാരണ പോളിംഗ് ശതമാനം കൂടിയാൽ ചിലർക്ക് അത് ആധിയാണ്, ചിലർക്ക് സന്തോഷമാണ്. പോളിംഗ് ശതമാനം കൂടിയത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ പോൾ ചെയ്തതിലും ഏകദേശം 3 ലക്ഷത്തോളം വോട്ടുകൾ കൂടിയിട്ടുണ്ട്. SIRൽ വെട്ടിപ്പോയ വോട്ടുകളൊക്കെ കുറച്ചാൽ പോലും അതൊക്കെ കുറയ്ക്കുമ്പോഴും അത്യാവശ്യം നല്ല പോളിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സാധാരണ നിലയിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആളുകളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ആ ക്യൂവിൻ്റെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ രാവിലെ നല്ല തിരക്കുണ്ടാകും. ആ തിരക്ക് കഴിഞ്ഞ് പിന്നെ ഒന്ന് ശാന്തമാകും. ഉച്ചയോടൊക്കെ അടുപ്പിച്ച് നല്ല വെയിലൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സമയത്തൊക്കെ തിരക്ക് കുറയും. വൈകുന്നേരമാകുമ്പോൾ വീണ്ടും ഒരു തിരയിളക്കമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ മൂഡായിരുന്നു. എല്ലായിടങ്ങളിലും അത്യാവശ്യം തിരക്കിൽ അങ്ങ് കടന്നുപോയി. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് വലിയ ക്യൂ എന്ന് പറയാൻ രാത്രി വൈകിയൊക്കെ ചില സമയത്ത് 9 മണി 10 മണി വരെയൊക്കെ പോളിംഗ് നീണ്ടുപോയ സമയമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല. ആളുകൾ നേരത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു. കൃത്യമായി അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. അവരുടെ തീരുമാനം എന്ത് എന്നുള്ളത് അവർ കൃത്യമായി ആ മെഷീനിൽ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ അത് വിനിയോഗിച്ച്, അവരുടെ ആ വോട്ടവകാശം വിനിയോഗിച്ച് മടങ്ങി. ഇനിയിപ്പോൾ എന്താണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നറിയാൻ കാത്തിരിപ്പല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ഈ വിലയിരുത്തുന്നതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? പിണറായി 3.0 ആണോ? അതോ ഒരു ഭരണമാറ്റമാണോ? BJPയുടെ ഒരു നേട്ടമുണ്ടാക്കൽ എത്രത്തോളം വരും? ഇതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. BJP വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന ഒരുപാട് മണ്ഡലങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ ആളുകളുടെ ആകാംക്ഷയും വർദ്ധിക്കുന്നു. ഇതിൻ്റെ ഈ കാത്തിരിപ്പാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. കാത്തിരുന്ന് ഈ മറ്റേ കാഞ്ചനമാല മൊയ്തീൻ കാത്തിരിപ്പ് പോലെ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ആശങ്കയും ആകാംക്ഷയും ഒക്കെയുള്ള ഒരു കാത്തിരിപ്പായി ഇങ്ങനെ നീളുകയാണ്. ഈ വോട്ടെണ്ണി കാഞ്ചനമാലയും മൊയ്തീനും പോലെ അവർക്ക് തമ്മിലൊരു ജീവിതം ഉണ്ടായില്ല അമൽ. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല, ഒരു ജീവിതം ഉണ്ടാവുമെന്നാണ് ഈ കാത്തിരിക്കുന്നത്. അതാണ് വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അവസാനം വരെ പ്രതീക്ഷ പങ്കുവയ്ക്കാം. ഈ ത്രികോണ മത്സരം നടന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കകൾ മുന്നണികൾക്കുള്ളത്. പ്രത്യേകിച്ച് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം സീറ്റുകൾ തിരുവനന്തപുരത്ത്, അതോടൊപ്പം തന്നെ ചാത്തന്നൂർ അടക്കമുള്ള സീറ്റുകൾ കൊല്ലത്തുണ്ട്. പാലക്കാടടക്കം തൃശ്ശൂരടക്കം സ്ഥലങ്ങളിൽ പ്രതീക്ഷ BJP പങ്കുവച്ച് പുലർത്തുകയാണ്. അതോടൊപ്പം മഞ്ചേശ്വരം അടക്കം സീറ്റുകൾ അവിടെയും മണ്ഡലം കാട്ടാക്കടയാണ്. ഈ കാട്ടാക്കടയിലെ രാഷ്ട്രീയ സ്ഥിതി ഒന്ന് അവലോകനം ചെയ്ത് കേൾക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹം അമൽ. കാട്ടാക്കടയിൽ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാട്ടാക്കടയിൽ മികച്ച രീതിയിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. അവിടെ ഒരു ത്രികോണ പോരാട്ടം എന്നൊരു ഫീലൊന്നും നിലവിൽ എന്തായാലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. PK കൃഷ്ണദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അത്ര മോശക്കാരനൊന്നുമല്ല. പക്ഷേ എങ്കിലും അവസാന സമയത്തേക്ക് എത്തിയപ്പോൾ അവിടെ MR ബൈജുവുമായുള്ള നേർക്കുനേരുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നത്. MR ബൈജുവും ഇടതുപക്ഷവും തമ്മിലുള്ളൊരു പോരാട്ടം എന്ന് പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ ഒരു ലാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ സ്വാഭാവികമായും ആ ഒരു മേഖലയിലൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വരവൊക്കെ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചില പോക്കറ്റുകളിൽ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ MR ബൈജുവിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിലവിലെ MLA എന്നുള്ള നിലയിലുള്ള ആ ഒരു പ്രവർത്തനം ഇടതുപക്ഷത്തെ സഹായിക്കും എന്നുള്ളതാണ്. അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ ആ സിറ്റിംഗ് സീറ്റിലെ MLAയുടെ പ്രവർത്തനം സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായൊരു പരാജയം. IB സതീഷ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ജനകീയനായ ഒരു വ്യക്തി തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി, അല്ലെങ്കിൽ 5 വർഷക്കാലം എന്നല്ല, അതിനൊക്കെ എത്രയോ കാലം മുൻപ് തൊട്ട് അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അവിടെയുള്ള ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല. അതിൻ്റെ ആത്മവിശ്വാസമാണ്. വ്യക്തി എന്നുള്ള നിലയിൽ IB സതീഷിൻ്റെ മണ്ഡലത്തിലുള്ള ബന്ധം തന്നെയാണ് ഇടതുപക്ഷം അവരുടെ പ്രതീക്ഷയായി കണക്കാക്കുന്നത്. MR ബൈജുവിനാണെങ്കിൽ ഏറ്റവും സാധാരണക്കാരായ ഒരു മനുഷ്യൻ, ഒരു സ്പ്ലെൻഡർ ബൈക്കും എടുത്ത് ഒരു കറക്കമാണ് ടൗണിൽ. അപ്പോൾ അങ്ങനെ ഫ്ലെക്സൊക്കെ മോത്തിക്ക് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും കൗതുകമുള്ള ചില പരസ്യ ബോർഡുകളൊക്കെ MR ബൈജുവിൻ്റെതാണ്. മോത്തിയും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ബൈക്ക് ബൈജു എന്നറിയപ്പെടും എന്നൊക്കെ പറഞ്ഞ് സ്പ്ലെൻഡർ ബൈക്കിൽ പോകുന്ന ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പ്ലെൻഡർ ബൈക്കാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഷാഫി പറമ്പിലെ റോഡ് ഷോ അവിടേക്ക് എത്തിയപ്പോൾ ഷാഫി ആദ്യം പോയി കയറിയത് ഈ സ്പ്ലെൻഡർ ബൈക്കിന് പിന്നിലേക്കാണ്. ആ സ്പ്ലെൻഡർ ബൈക്കിലായിരുന്നു അവിടുത്തെ റോഡ് ഷോ. സ്പ്ലെൻഡർ ബൈക്ക് ഒരുപക്ഷെ ഈ കൈപ്പത്തി ചിഹ്നത്തോളം തന്നെ അവിടെ MR ബൈജുവിനെ സഹായിച്ച മറ്റൊരു സിമ്പൽ എന്ന് പറയുന്നത് ആ സ്പ്ലെൻഡർ ബൈക്കായിരിക്കും. അപ്പോൾ MR ബൈജു വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു അട്ടിമറി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കാട്ടാക്കട എന്ന് പറയുന്നത്. കാട്ടാക്കടയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഏറ്റവും അവസാനത്തെ ദിവസം വരെയുള്ള
കാട്ടാക്കടയിലെ പ്രവചനം രണ്ട് കൂട്ടരും കട്ടയ്ക്ക് നിന്നു. ഇനി ഏറ്റവും ഒടുവിൽ അവിടെ അമിത്ഷായുടെ ഒരു ലാൻഡിംഗ് കൂടി ഉണ്ടായിരുന്നു. കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ അമിത്ഷാ വന്നിറങ്ങിയപ്പോൾ ഞാൻ പോയിരുന്നു. പി.കെ. കൃഷ്ണദാസിനായി അമിത്ഷാ അവിടെ ഇറങ്ങുമ്പോൾ BJP പ്രവർത്തകർക്കിടയിലുള്ള ആവേശം ചെറുതായിരുന്നില്ല, വലിയ ആൾക്കൂട്ടമായിരുന്നു. അപ്പോൾ പി.കെ. കൃഷ്ണദാസ് എത്രത്തോളം ചലനം ഉണ്ടാക്കും എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലമായി BJP വോട്ട് വർദ്ധിപ്പിച്ച് വരുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട. അപ്പോൾ BJP എത്രത്തോളം ചലനം അവിടെ ഉണ്ടാക്കും എന്നുള്ളത് രണ്ട് മുന്നണികളെയും, UDF-നെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ച് അവർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയമായി തന്നെ നിൽക്കുന്നു. നിലവിൽ ഏറ്റവും ഒടുവിലേക്ക് നോക്കുമ്പോൾ മോത്തിയുടെ മണ്ഡലത്തിൽ ഈ കാട്ടാക്കട മാത്രമല്ല കേട്ടോ, ഞാൻ ഈ വോട്ട് ചെയ്തുകൊണ്ട് കാട്ടാക്കടയെ കുറിച്ച് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയും പല മണ്ഡലങ്ങളുടെ വിവരങ്ങളിലേക്ക് വരുന്നുണ്ട് അമൽ. ഏതായാലും അമൽ തേനംപറമ്പിലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. പല കൗതുകകരമായ കാര്യങ്ങളടക്കം അമൽ പറയുകയുണ്ടായി അല്ലേ?